ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ ബസ്സിൽ ഡ്രൈവർ ഇന്ന് ലീവാണെന്ന്. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ജസ്റ്റ് ഡ്രൈവറായിട്ട് ചെല്ലുമെന്ന്. അപ്പോൾ ഞാൻ അപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവൻ്റെ ബസ് എടുക്കുന്ന ഗ്യാരേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവൻ്റെ ബസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിലാണ് 3 പ്രാവശ്യം നമ്മൾ പോകണം. കാരണം ഇവിടെ നിന്ന് പെരുമ്പാവൂരാണ് ഇപ്പോൾ ഈ വണ്ടി എടുക്കണം. അപ്പോൾ ഈ പെരുമ്പാവൂരിൽ നിന്ന് നേരെ കോതമംഗലത്തേക്ക് പോകണം. എന്നിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ മൂവാറ്റുപുഴയ്ക്ക് പോകും. പിന്നെ മൂവാറ്റുപുഴയിൽ നിന്ന് പെരുമ്പാവൂർക്ക്. അപ്പോൾ ഈ 3 റൂട്ടിലാണ് ഈ വണ്ടി ഇന്ന് ഓടുന്നത്. അപ്പോൾ അവൻ പറഞ്ഞ് ബസ്സിന് ചെറുതായിട്ട് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, എപ്പോൾ വേണേലും ചിലപ്പോൾ ഓഫാകുമെന്ന് പറഞ്ഞ്. അപ്പോൾ അവനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം, മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും വണ്ടി ഓഫാണ്ട് ഇവിടം വരെ എത്തിക്കും. ഇതാണ് നമ്മുടെ മാപ്പ്. പോയാ ഒന്നുകൂടി നോക്കട്ടെ. ഓക്കെ, ഇതാണ് മാപ്പ്. ഇതാണ് ഈ പച്ച കളറിൽ കാണുന്നത്, അതാണ് നമ്മുടെ ഗ്യാരേജ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഫസ്റ്റ് തന്നെ പോണത് പെരുമ്പാവൂരിൽ നിന്ന് നേരെ കോതമംഗലത്തേക്കാണ്. എന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ മൂവാറ്റുപുഴയ്ക്ക് പോകണം. അപ്പോൾ ഫസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് പെരുമ്പാവൂർ ടു കോതമംഗലമാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്കിവിടെ നിന്ന് നേരെ ബസ് എടുത്തിട്ട് നമ്മുടെ സ്റ്റാൻഡിലേക്ക് പോകാം. അതായത് മഞ്ഞ കളറിലാണില്ലേ, അതാണ് നമ്മുടെ സ്റ്റാൻഡ്. അപ്പോൾ എന്തായാലും അവിടേക്ക് വണ്ടിയും കൊണ്ട് പോയിട്ട് ആൾക്കാരൊക്കെ കയറ്റിയിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ളത്. നമുക്കിനി എന്തായാലും ഒന്ന് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി അങ്ങോട്ട് പതിയെ അങ്ങോട്ട് ഇറക്കാം. ഓക്കെ, സ്റ്റാർട്ടാണല്ലേ. ഓക്കെ, ഇത് റിവേഴ്സ് ഗിയറിലാണെന്നുകൊണ്ട് കിടന്നത്. എന്തായാലും ഓക്കെ. എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ സ്റ്റാൻഡിൽ പോകാം. ഇവിടെ അടുത്ത് തന്നെയാണ്, നിങ്ങൾ മാപ്പിൽ കണ്ടിട്ടുണ്ടാവും. ഇവിടെ എന്തൊരു ട്രാഫിക്, എനിക്ക് തോന്നുന്നു അവിടെ വണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ വണ്ടി ജസ്റ്റ് അങ്ങോട്ട് മാറിക്കിടക്കുന്നുണ്ടാവും എല്ലായിടത്തും ഇടിച്ചിട്ട്, അതായിരിക്കും ഇത്ര തിരക്ക് ഇവിടെ. എന്തായാലും നമുക്ക് ഈ വഴി പോകാൻ പറ്റുമോ എന്നറിയില്ല, നമുക്ക് പിന്നെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകേണ്ടി വരും. എന്തായാലും അപ്പോൾ നോക്കാം. നമുക്ക് എന്തായാലും ആദ്യം തന്നെ ഇപ്പോൾ സ്റ്റാൻഡിലേക്ക് പോകണം. ഓക്കെ, ഈ വഴിയല്ല എൻട്രൻസ്, അപ്പുറത്തൊരു വഴിയുണ്ട്, അവിടെയാണ് എൻട്രൻസ്, മറ്റോടത്ത് എക്സിറ്റ് ആണ്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ വഴിയാണെന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിന്ന് നേരെ പോയി ഈ റൂട്ടിലേക്ക് പോവാം. ഓക്കെ, നമുക്കെന്തായാലും വണ്ടി അങ്ങോട്ട് വിടാം. ഈ ഗെയിം ശരിക്കും എനിക്ക് ഇൻസ്റ്റയിൽ ഒരാൾ മെസ്സേജ് അയച്ചിട്ട് ഞാൻ കളിക്കാൻ പോയതാണ്. അപ്പോൾ ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗെയിം കളിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഫോണിൽ തന്നെ കളിക്കാൻ പറ്റുന്ന ഗെയിം തന്നെയാണ്. അപ്പോൾ അത്ര സ്പേസും വരില്ല, 100 എത്രയോ വരുള്ളൂ എന്നാണ് തോന്നണത്. അപ്പോൾ എന്തായാലും ഞാൻ കയറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ ഞാൻ കളിച്ചു നോക്കിയായിരുന്നു ആദ്യം. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്, കാരണം അത്യാവശ്യം നല്ല ഗ്രാഫിക്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ബ്രോ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും കയറ്റി നോക്കാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ ഓക്കെ ആയി, 100 എത്രയോ MB കൊണ്ട് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗെയിം പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് ഇൻസ്റ്റ മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ അവസാനം ഇടണ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഷോർട്സിൻ്റെ ആണോ വീഡിയോയുടെ ആണോ എന്ന് നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും ലാസ്റ്റത്തെ വീഡിയോയുടെ അടി വന്നിട്ട് ഏത് ഗെയിമാണ് കളിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് ഫോണിൽ കളിക്കാൻ പറ്റണതാണെങ്കിൽ, ഈ ഫോണിൽ കയറുന്നുണ്ടെങ്കിൽ ഞാനത് എന്തായാലും കളിക്കും. അല്ല, ഈ ഫോണിൽ കളിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ എന്തായാലും വേറെ വഴി വെച്ച് കയറ്റാൻ പറ്റുമോ നോക്കാം. എന്തായാലും നിങ്ങൾക്ക് അടുത്ത ഏതൊരു ഗെയിമാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റ മെസ്സേജ് അയക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ഇപ്പം ഒരു നല്ലോണം ബ്ലോക്ക് ഒന്നുണ്ടല്ലോ ഇവിടെ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് ഈ സൈഡിൽ കൂടെ പോയാലും. ഈ ഒരു ഒമ്നി കാറാണ് ഇവിടെ പണി മുടക്കിയേക്കണത്. ഈ ട്രാവലറായിട്ട് ഒന്ന് ഇടിച്ചിട്ടുണ്ട്.
ഓക്കെ, എന്തായാലും അതൊന്നും കാര്യമില്ല. നമുക്ക് വേഗം തന്നെ ഇവിടുന്ന് പോകണം. ഒന്നാമതിപ്പോൾ ലേറ്റാണ്, ആൾക്കാരൊക്കെ അവിടെ വെയിറ്റിങ്ങിലാണ്. നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് എങ്ങനെ പോവാം. ഓക്കെ, നമ്മളെ ഫസ്റ്റ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഒരു ബെല്ലൊക്കെ അടിയുണ്ട് കേട്ടോ. അത് ഇതിൽ കേൾപ്പിച്ച പിന്നെ നല്ലോണം ഇതാവും, നല്ല രീതിക്ക് തന്നെ എൻ്റെ സൗണ്ടും കട്ടായി പോകും ഇതിൽ. ഓക്കെ, നമുക്ക് ഇതൊക്കെയാണ് ഇതിൻ്റെ സ്വിച്ചുകൾ. സ്റ്റാർട്ട് ചെയ്യണതുണ്ട്, ലൈറ്റ്, അങ്ങനത്തെ എല്ലാ ഫീച്ചറും ഉണ്ട്. ഹോണുണ്ട്, ഇങ്ങനത്തെ ഒരു ലൈറ്റ്, പിന്നെ അതെ ഹോണുണ്ട്. ഹോണൊക്കെ അടിപൊളി ഹോണാക്കിയിട്ടുണ്ട്. ഞാൻ ഹോൺ ചേഞ്ച് ചെയ്തു. ഇത് ഈ ഗെയിമിൽ ഹോൺ ചേഞ്ച് ചെയ്യാൻ പറ്റും, ലിവറികളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെ, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഗിയർ എന്ന് പറയുന്നത്. പിന്നെ അടിയിലുണ്ട്, അടിയിൽ ഇപ്പോൾ റെഡ് കത്തി കിടക്കണില്ലേ, അതാണ് നമ്മുടെ ഡോറ്. അത് ഈ ഡോറ് തുറക്കണമെങ്കിൽ അത് അവിടുത്തെ മതി. വൈപ്പറും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററാണ്, എന്തായാലും അത് കുറച്ച് ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി വേഗം തന്നെ അങ്ങോട്ട് പോവാം. എന്തായാലും കോതമംഗലത്തേക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഇങ്ങനത്തെ ഈ റൂട്ട് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ദൂരമുണ്ട്. പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൽ കളിക്കേണ്ട ഒരു ഓർമ്മയിൽ ഇങ്ങനെ അങ്ങോട്ട് കളിച്ചു പോയി. റൈറ്റ് സൈഡിൽ കൂടെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൽ എനിക്ക് റൈറ്റ് സൈഡിലാണ് നമ്മൾ പോകേണ്ടത്. ഇടത് സൈഡിൽ പോയാൽ അവിടെ നിന്ന് മുമ്പിൽ നിന്ന് വണ്ടികൾ ഇങ്ങോട്ട് വരാം. അതിൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ പോയിരുന്നു. അപ്പോൾ നേരെ ഇങ്ങോട്ട് ട്രാവലർ വന്ന്, വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല ഭയത്തിന്. നമുക്ക് എന്തായാലും ഇവിടെ നേരെ കോതമംഗലത്തേക്ക് പോവാം. ഓക്കെ, എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് വരാം ഗൈസ്. എന്തായാലും നമ്മൾ കോതമംഗലത്തേക്ക് പോണ വഴി ഒരു ഷോർട്ട് കട്ട് കയറിയപ്പോൾ നല്ലൊരു മഴ അങ്ങോട്ട് പെയ്ത്. അത് നല്ല രീതിക്ക് തന്നെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മഴ പെയ്യുമ്പോൾ വണ്ടി എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തന്നെ ഞാൻ ക്യാമറ ഓണാക്കി. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്തപ്പോൾ വൈപ്പർ മര്യാദക്ക് വർക്കാവുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓക്കെ ആയതാണ്. ഓക്കെ, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിടക്കാച്ച് മഴ പെയ്യുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ എത്ര മണിയായി? മോളിൽ എഴുതി കാണിച്ചിട്ടുണ്ട് 11 മണിയായിട്ടുണ്ട്. അപ്പോൾ 11 മണിക്കും ഈ ഗെയിമിൽ ഈ മഴ പെയ്യുമ്പോൾ നല്ലോണം ഇരുണ്ടിരിക്കുന്നുണ്ട്. അതുതന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ അവിടേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ മഴ പെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഈ ബസ് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ വന്നിടിച്ചാൽ ഓക്കെ, നമ്മൾ എയർ ഡോർ എന്തായാലും അടച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും കയറിയിട്ടുണ്ട്. പിന്നെ മഴ അതുകൊണ്ട് തന്നെ അതിൻ്റെ വണ്ടിയുടെ അകത്തേക്ക് കയറുമോ, അവിടെ ടിപ്പർ എടുക്കേണ്ടത് ഞാൻ കണ്ടില്ല. ഉണ്ടോ, ഇങ്ങനത്തെ ഒരേ വണ്ടികൾ വന്ന് ഇവിടെ മറിഞ്ഞടിച്ചങ്ങോട്ട് വീഴും. അങ്ങനെയാണ് ഈ ബ്ലോക്കും കാണലൊക്കെ വരുന്നത്. പല പല രീതിയിലാണ് ബ്ലോക്കും കാണലൊക്കെ. അത്യാവശ്യം നല്ല രീതിക്ക് ബ്ലോക്കൊക്കെ ഞാൻ ഇതിന് മുമ്പ് കയറിയപ്പോൾ കിട്ടിയതാണ്. പിന്നെ കഷ്ടപ്പെട്ടൊക്കെയാണ് വന്നത്. നമുക്ക് എന്തായാലും ഇവിടുന്ന് വേഗം ഒരു സ്റ്റാൻഡ് എത്താറായിട്ടുണ്ട്. കോതമംഗലം സ്റ്റാൻഡ് എത്താറായിട്ടുണ്ട്. വേഗം ഒന്ന് പോകണം. കാരണം നല്ല രീതിക്ക് തന്നെ ബ്ലോക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഏകദേശം 10 നേരത്ത് ഈ സ്റ്റാൻഡിൽ എത്തണതാണ്. ഇപ്പം നല്ല ബ്ലോക്ക് കിട്ടിയോണ്ട്, ബ്ലോക്കും പിന്നെ ഈ മഴയും കൂടി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് അരമണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഇനി ഇവിടുന്ന് അടുത്ത സ്ഥലത്ത് പോകണം. അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഏതായിരുന്നു? മൂവാറ്റുപുഴയല്ലേ. ഇനിയിപ്പോൾ അങ്ങോട്ട് വേഗം സ്പീഡിൽ തന്നെ പോകേണ്ടി വരും. കാരണം നമുക്ക് നേരമില്ല. ഇപ്പോഴേ നേരം വൈകിട്ടാണ് ഇവിടെ എത്തിയേക്കണത്. അതിലും നല്ല വണ്ടിയായിരുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ ഇനി ബ്രേക്കൊക്കെ ചെയ്യണമല്ല. ആഡ് വരുമോ? ഒന്നില്ലേ. ഓക്കെ, നമുക്കിനി എന്തായാലും അടുത്ത റൂട്ടിലേക്ക് പോകാനുള്ള ഇതിൽ പോകാം. ഓക്കെ, അടുത്തത് ഈ കോതമംഗലത്ത് നിന്ന് നേരെ മൂവാറ്റുപുഴയ്ക്കാണ് പോകേണ്ടത്. ഓക്കെ, 1187 രൂപ കിട്ടാണ്.
ഓക്കെ, നമുക്ക് എന്തായാലും ഇനി വേഗം തന്നെ പോവാം. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് വേഗം തന്നെ മൂവാറ്റുപുഴയ്ക്ക് പോകണം. ഇപ്പോഴേ ലേറ്റായി, 11 മണി തന്നെ ആയിട്ടുണ്ട് ഇപ്പം എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് വേഗം തന്നെ പോവാം. പോണ വഴിക്ക് അത്യാവശ്യം നല്ല ബ്ലോക്കും വരാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് വേഗം തന്നെ നല്ല സ്പീഡിൽ തന്നെ പോകണം. ഓക്കെ, ഇവിടെ സിഗ്നൽ ഉണ്ടായിരുന്നല്ലേ, കണ്ടില്ല, ബാക്ക് എടുത്ത് തരാം. ഓക്കെ, ഇനി സിഗ്നൽ ഇനി പച്ചാണ് വരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ വന്നുകൊണ്ട് ഓക്കെ പച്ചയുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ഇവിടെ നിന്ന് നേരെ റൈറ്റാണ്. നമുക്ക് റൈറ്റേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പോവാം. ഈ ഗെയിം അപ്ഡേറ്റ് ആവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരാഴ്ച ആയതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടെങ്ങാണ്ട് അപ്ഡേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്ഡേറ്റ് ആകുമ്പോൾ അത് ഇതിൽ എന്തോ ബസ് ഡിസാസ്റ്റർ ബസ്സൊക്കെ വരുന്ന പറഞ്ഞു കേട്ടെ. എന്തായാലും നോക്കണം. 35,000 രൂപ എങ്ങാണ്ട് കൊടുക്കേണ്ടത് ഈ ഗെയിമിൽ നിന്ന് തന്നെ. ഇപ്പം നമ്മൾ ഗെയിം ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ എന്തോ 35,000 രൂപയ്ക്ക് ഇവിടെ ഒരു KSRTC ആണ് ഉള്ളത്. ഇവിടെ വണ്ടി പറഞ്ഞു നടന്നത്. അപ്പോൾ അപ്ഡേറ്റിൽ വരുമ്പോൾ KSRTCക്ക് 25,000 രൂപ 20,000 രൂപ എങ്ങാണ്ടാക്കും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഈ ടൂറിസ്റ്റ് ബസ്സിന് 35,000 രൂപ എങ്ങാണ്ടാണ് ആക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്കറിയില്ല, പറഞ്ഞു കേട്ടതാണ്. എന്തായാലും അപ്ഡേറ്റ് ആകുമ്പോൾ നോക്കാം. നമുക്ക് ഈ ഇടയിൽ കൂടെ ഒന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. പിന്നെ അപ്ഡേറ്റ് ആയി വരുന്ന ടൂറിസ്റ്റ് ബസ്സിനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലൈറ്റ് ഉണ്ട്. പിന്നെ നെയിം ബോർഡും ഒന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നണത്. കാരണം അതിനൊക്കെ തന്നെ അത്യാവശ്യം നല്ല എമൗണ്ട് ആവും. അതുമാത്രമല്ല ഈ ഗെയിമിന് സപ്പോർട്ടാവുകയും ചെയ്യണ്ടേ. അതുകൊണ്ട് തന്നെ ഈ ഗെയിം ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും നല്ല കഷ്ടപ്പാടാണ്. ഇനിയിപ്പോൾ ഈ ടൂറിസ്റ്റ് ബസ്സൊക്കെ കയറ്റിയതിന് ശേഷം അടുത്തൊരു അപ്ഡേറ്റിൽ മാപ്പിൻ്റെ എന്തോ ആണ് ഫോക്കസ് ചെയ്യണമെന്ന് അവർ പറഞ്ഞത്. നമ്മുടെ ബസ് ഇവിടെ കുടുങ്ങിയോ എന്നൊരു ഡൗട്ടുണ്ടല്ലോ, വണ്ടി അനങ്ങണില്ല. നമുക്ക് എങ്ങനെയായാലൊക്കെ ബസ്സിനെ ബാക്ക് എടുത്ത് വരാം. ഇവിടെ മൊത്തം കുടുങ്ങിയിരിക്കുകയാണ്. മര്യാദ അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നാൽ മതിയായിരുന്നു. നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം, നല്ലോണം അങ്ങോട്ട് ട്രൈ ചെയ്യാം. നമുക്ക് പോരാവോ, അല്ലേ പിന്നെ നമ്മൾ പെടും. അനങ്ങുണ്ടല്ലേ വണ്ടി, ചെറുതായിട്ടൊക്കെ ബാക്കിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ബസ് ഇറങ്ങി. ഇപ്പം എന്നാൽ നമുക്ക് ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് പോവാം. ഇനി ഇവിടെ എവിടെയെങ്കിലും കുടുങ്ങോ ആവോ. ഇവിടെ ഒന്നും കുടുങ്ങാൻ സാധ്യതയില്ല. ഓക്കെ, ഇവിടെ നല്ല ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇനി മൂവാറ്റുപുഴയ്ക്ക് പോകണം. നമുക്ക് നല്ല തിരക്കിലാണ് പോണത്. ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് ഫസ്റ്റ് സ്റ്റോപ്പല്ലേ ഇത്? ഇനി മുമ്പ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നാവോ? നമുക്ക് എന്തായാലും ആളെ കയറ്റാം. ഭയങ്കര കയറിയില്ലേ? ഭയങ്കര തിരക്കുണ്ട്. ഓക്കെ, വേഗം തന്നെ പോവാം. നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ട്. അതായത് നല്ലോണം വൈകിയിട്ടുണ്ട്. എന്തായാലും ഇനി ഞാൻ മൂവാറ്റുപുഴ സ്റ്റാൻഡിലെത്തിയിട്ട് വരാം ഗൈസ്. എന്തായാലും മൂവാറ്റുപുഴ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് അടുത്ത ട്രിപ്പും കൂടി എടുക്കണം. അടുത്തത് നേരെ നമ്മൾ പെരുമ്പാവൂർക്ക് തന്നെ പോവാണ്. പെരുമ്പാവൂർ പോയാൽ പിന്നെ നമുക്ക് ഇന്നത്തെ റൂട്ട് മൊത്തം ഫിനിഷ് ആക്കിയിട്ട് നേരെ നമുക്ക് ഗ്യാരേജിൽ തന്നെ തിരിച്ചു കയറ്റാം. അവൻ പറഞ്ഞത് വണ്ടിക്ക് കംപ്ലൈൻ്റ് ഉണ്ട്, ഇടയ്ക്കിട്ട് ഓഫ് ആവുമെന്നാണ്. പക്ഷെ നമ്മൾ ഇതുവരെ വന്നിട്ട് ഓഫ് ആയിട്ടില്ല. ഇനിയിപ്പോൾ പോകുന്ന വഴിക്കെങ്ങാനും ഓഫ് ആവുമോ അറിയില്ല. ഓഫ് ആവേണ്ടത് നമുക്ക് പെട്ടെന്ന് എത്താം. ഓഫായ പിന്നെ നമുക്ക് കുറച്ചും കൂടി നല്ലോണം വഴുകേണ്ടി വരും. കാരണം അത് ശരിയാക്കിയിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. അതിലൊന്ന് നോക്കട്ടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഓഫ് ആവണതെന്ന്
ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അവൻ. എന്നാൽ എനിക്കൊന്ന് മര്യാദക്ക് റിപ്പയർ ഷോപ്പിൽ ഒന്ന് കൊണ്ടുപോയി നന്നാക്കിക്കൂടെ? അത് പോയിട്ട് പറയണം അവനക്ക്. എന്തായാലും ഇനിയിപ്പോൾ പെരുമ്പാവൂർക്ക് പോണ വഴിക്ക് വല്ല ഓഫാവലൊന്നും ഉണ്ടായില്ലെങ്കിൽ പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓഫായി പിന്നെ പറയണം, അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും വേഗം തന്നെ പോവാം. ഇയാളെന്തിട്ട് കാണിക്കണം? ഉണ്ണിക്കാരന് ഭയങ്കര പണി. നമുക്ക് അപ്പുറം ഇപ്പുറം മണ്ണിൽ കൂടെ ഒക്കെ വണ്ടി എടുത്തിട്ട് പോവാം. കാരണം നമ്മൾ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. ഈ വാഴക്കൊക്കെ എന്താ ഇത്ര ഇത് ഈ ഗെയിം കളിക്കുമ്പോൾ എനിക്ക് മാത്രമാണോ എന്ന് അറിയില്ല. ഈ പെട്ടെന്ന് കൺട്രോളൊക്കെ പോകണം. ടച്ചൊന്നും വർക്കാവുണ്ടായിരുന്നില്ല. ഇടയ്ക്കിട്ട് ഇങ്ങനെ സ്റ്റക്കായി പോകുന്നതുകൊണ്ട് പിന്നെ കൺട്രോൾ മര്യാദക്ക് വർക്കാവണില്ല. അതുകൊണ്ട് ഇടയ്ക്കിട്ട് ബ്രേക്കും കിട്ടൂല. അങ്ങനെയാണ് ഓരോ സ്ഥലത്ത് പോയിരിക്കണത്. ഓക്കെ, ഓക്കെ. ഞാനിങ്ങോട്ട് പോന്നപ്പോൾ പെരുമ്പാവൂർ എത്തിയിട്ട് ഞാൻ നോക്കുമ്പോൾ വണ്ടി അങ്ങോട്ട് ഓഫായി ഗൈസ്. സാധനം ഓണാവണില്ലല്ലോ. പണിയായി തോന്നുന്നുണ്ട്. ഇത് ഓണാവണില്ല. ഹസാർഡ് ലൈറ്റൊക്കെ ഇട്ട് വെച്ചേക്കാം. എൻ്റെ പൊന്നേ, ഞാൻ പറഞ്ഞുള്ളൂ വണ്ടി എന്താ ഓഫാവാത്തേന്ന്. അപ്പോഴേക്കും അങ്ങോട്ട് ഓഫായി. ഇതൊന്നും സ്റ്റാർട്ടാവാത്ത. എന്തപ്പത്? ഇനിയിപ്പോൾ അവനെ വിളിച്ചു പറയാം, അല്ലാണ്ട് ഇപ്പോൾ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെന്തോ വർക്കാവാത്ത സാധനം. ബാറ്ററിയുടെ ചാർജ് പോയി. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ സ്വിച്ച് നോക്കിക്കോ. റെഡിൽ നിന്ന് പച്ചക്കായിട്ട് അപ്പം തന്നെ പിന്നെ റെഡാവണം. പെട്രോളും അല്ല ഡീസലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്താണ് സീൻ? നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പും കഴിഞ്ഞ് നമുക്ക് നേരെ സ്റ്റാൻഡിലേക്ക് കുറച്ചും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഈ സംഭവം ഓഫായത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഒരൊറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, അവനങ്ങോട്ട് അങ്ങോട്ട് വിളിച്ച് പറയും. ഇനിയിപ്പോൾ അവൻ പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അല്ലാണ്ട് എനിക്ക് ഈ ബസ്സിൻ്റെ പണിക്കുറ്റൊന്നും അറിയില്ല. എനിക്ക് എൻ്റെ ബസ്സിൻ്റെ ഒക്കെ ഓക്കെയാണ്. പക്ഷേ ഇത് വേറൊരു തരം ബസ്സാണ്. എന്തൊക്കെയോ വേറെ ഒരു തരമാണ്. നമുക്ക് എന്തായാലും അവനൊന്ന് വിളിച്ചു നോക്കാം. ഗൈസ്, അവനെങ്കിൽ വിളിച്ചിട്ട് കിട്ടണമില്ലല്ലോ. പക്ഷെ എന്താ നോക്കി, ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. ഹലോ ആളാ, ഈ വണ്ടി ഓഫായല്ലേ? ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? നീ ഇപ്പൊ എവിടെയാണ് നിൽക്കണത്? ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരോ? ഞാൻ പെരുമ്പാവൂർക്ക് പോണ വഴിയാ. ലാസ്റ്റത്തെ സ്റ്റോപ്പും കഴിഞ്ഞിട്ട് ഇനി കുറച്ചും കൂടി ഉണ്ടായിരുന്നുള്ളൂ സ്റ്റാൻഡിലേക്ക്. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ ഓഫ് ആയേക്കണത്. ഞാൻ ഇപ്പോൾ എന്തോട്ട് ചെയ്യണ്ടേ? അവിടെ വെച്ച് സ്റ്റോപ്പ് ആവാൻ വരില്ല. ഞാൻ ചെയ്യും, ബാറ്ററിക്ക് ചാർജ് കയറ്റി. ഗൈസ്, അവൻ പറഞ്ഞിട്ട് ബാറ്ററിക്ക് ചാർജ് ആയിട്ടാണ്. നമുക്ക് എന്തായാലും നോക്കട്ടെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിക്ക് ചാർജൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടുന്ന് വേഗം തന്നെ സ്റ്റാൻഡിൽ കൂടെ എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ഗാരേജിൽ പോകാൻ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലേറ്റായി. ഇപ്പോഴും 12 മണിയായി. ഓക്കെ, വേഗം തന്നെ പോവാം. ഓക്കെ, മഴയും കാര്യങ്ങളൊക്കെ നിന്നത് നന്നായി, അല്ലെങ്കിൽ നമുക്ക് പണി പാടിയേനെ. നമുക്ക് ഗാരേജ് വരെ നടന്നിട്ടാണ് ഇപ്പം സംഭവം ബാറ്ററിക്ക് ചാർജ് കയറ്റിയത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഇവിടെ ആൾക്കാരൊക്കെ ഇറക്കണം. വേഗം തന്നെ പോട്ടെ. ഓക്കെ, പോവില്ലേ? പോയി. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് നേരെ ആ കാണുന്ന ഇതിലങ്ങോട്ട് കൊണ്ടുപോയി വെക്കാൻ വണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ റൂട്ടും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ നമ്മുടെ ഗാരേജിൽ കൊണ്ടുപോയി ഇടണം വണ്ടി. എന്തായാലും ഇനി അവൻ്റെ അടുത്ത് പറയണം വണ്ടി ഫുള്ള് നന്നാക്കാനായിട്ട്. എന്തായാലും ബാറ്ററി പുതിയത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അടുത്ത്. എന്തായാലും വണ്ടികളൊക്കെ വരുന്നുണ്ടാവോ? വണ്ടികളൊക്കെ വരുമ്പോൾ
ഇനി ഓഫ് ആവില്ലെന്നാണ് തോന്നണത്. എന്തായാലും അവൻ്റെ അടുത്ത് ബാറ്ററി മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വണ്ടി കയറുന്നതിന് മുമ്പ് തന്നെ. അവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു കുഴപ്പമുണ്ടെന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും വേഗം തന്നെ വണ്ടി എടുക്കാം. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഓഫായി പോയാൽ പിന്നെ സീനായി. പിന്നെ അതിന് കുറേ ബ്ലോക്ക് വരും. ഓക്കെ, നമുക്കെന്തായാലും വണ്ടി നേരെ എങ്ങനെയായിരുന്നു കിടന്നായിരുന്ന അങ്ങനെ തന്നെ അങ്ങോട്ട് വണ്ടി ഇടാം. ഓക്കെ, എന്തായാലും റിവേഴ്സിൽ തന്നെ ഇടാം വണ്ടി. ഓക്കെ, പോട്ടെ ഇത്ര മതിയാവും. കുറച്ചും കൂടി ആയിട്ടല്ലേ? ഓക്കെ, ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നോ? അതല്ലേ, കുറച്ച് വലിയ വീഡിയോ ഇപ്പോൾ അല്ലേ? ചെറിയ വീഡിയോ എന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.